വാർത്താപേട്ടിയിലേക്ക് സ്വാഗതം. ഞാൻ 10D ക്ലാസ്സിൽ പഠിക്കുന്ന പാർവതി വി ചന്ദ്ര. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പ്രവേശനോത്സവം. വായനാ കളരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷം നടന്നു. വായന പരിപോഷിപ്പിക്കാൻ ലൈബ്രറി കാർഡ്. വാർത്തകൾ വിശദമായി. 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രശസ്ത ശില്പി ശ്രീ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പരിശ്രമിച്ചാൽ നേടാത്തതായിട്ടൊന്നുമില്ല. ഓരോരുത്തരും അങ്ങനെയാണ്. ഈ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ്, മനുഷ്യൻ വളരെ ചെറുതും. പക്ഷെ ഈ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഈ ലോകത്തേക്കാൾ വലുതാണ്. നമുക്ക് ഒരു ചിന്തകൾ കൊണ്ട്, ഭാവനകൾ കൊണ്ട് നമുക്ക് ഒരു പുതിയൊരു ലോകം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. നമ്മുടെ ഫോണും മൊബൈൽ ഫോണും വിമാനവും ഒക്കെ കണ്ടുപിടിക്കാൻ കഴിവുള്ള പാകമൊത്ത നല്ല ആശയങ്ങളുള്ള നല്ല കഴിവുകളുള്ള ആളുകളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങളിവിടെ വളരുന്ന ഓരോ കുട്ടിക്കും ചിലപ്പോൾ ഒരു ശാസ്ത്രജ്ഞനാവാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ലോകത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തികളാവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടി കഠിനമായിട്ടുള്ളൊരു പരിശ്രമം, സാധാരണ ഒരു പഠനം പോലെയല്ലാതെ കഠിനമായിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. PTA പ്രസിഡന്റ് ശ്രീ നവാസ് പടുവിങ്കൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു. പ്രധാനാധ്യാപിക ശ്രീമതി ഷൈനി ജോസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. നൂപുരധ്വനി നൃത്തക്ലബ് അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി. ചടങ്ങിൽ വെച്ച് പാഠപുസ്തക വിതരണം നടന്നു. വാർഡ് കൗൺസിലർ ശ്രീ CS സുമേഷ്, SMC ചെയർമാൻ ശ്രീ VB ഷാലി, വൈസ് പ്രസിഡന്റ് ശ്രീ PB രഘു, മാതൃസംഘം പ്രസിഡന്റ് ശ്രീമതി ജിൻസി സിമ്മിർ, വിദ്യാർത്ഥി പ്രതിനിധികളായ പാർവതി വി ചന്ദ്ര, മറിയം തസ്മിൻ, ഷമീമ നസ്രിൻ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പുതുതായി എത്തിച്ചേർന്ന കുട്ടികളെ പൂക്കളും മധുരവും നൽകി സ്വാഗതം ചെയ്തു. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി ഗേൾസ് സ്കൂളിൽ വായനാ കളരി പദ്ധതി ആരംഭിച്ചു. PTA പ്രസിഡന്റ് ശ്രീ നവാസ് പടുവിങ്കൽ മലയാള മനോരമ ദിനപത്രം വിദ്യാർത്ഥിനികൾക്ക് നൽകിക്കൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മോഡേൺ ആശുപത്രിയാണ് സ്കൂളിലേക്കുള്ള പത്രം സംഭാവന ചെയ്തത്. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക ഷൈനി ജോസ് സ്വാഗതം പറഞ്ഞു. നല്ല പാഠം കോർഡിനേറ്റർമാരായ നിമ്മി മേപ്പുറത്ത്, S നിലീന, സ്കൂൾ കൗൺസിലർ പ്രീതി പോൾ, മലയാള മനോരമ ഏജന്റ് ശ്രീ KP സുനിൽകുമാർ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ PB രഘു എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ഗേൾസ് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എന്റെ മരം പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. സീഡ് ക്ലബ്, SPC, JRC, ഗൈഡ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീമതി ഷെറിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉത്തരവാദിത്തം മാറ്റി രക്ഷപ്പെടുന്ന ഒരു രീതി ശരിയല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യം. പക്ഷെ അത് ഇതുവരെയുള്ള നമ്മുടെ ശീലങ്ങളുടെ ഭാഗമായി നിൽക്കുന്നത് മാലിന്യം എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അത് മാറ്റി മാലിന്യം ശാസ്ത്രീയമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പടി കൂടി മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. വൃക്ഷത്തൈകൾ നടുന്നതും പരിപാലിക്കുന്നതും തീർച്ചയായും നമുക്ക് നല്ലതാണ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം കൂടിയാണ് നിങ്ങളുടെ സ്കൂളിലും പരിസരത്തും വീട്ടിലും ഉണ്ടാകുന്ന മാലിന്യങ്ങളെ ശാസ്ത്രീയമായി തരംതിരിച്ച് ഡിസ്പോസ് ചെയ്ത് എന്ന രീതിയിലേക്ക് ശീലം മാറ്റിപ്പിക്കുക. നിങ്ങളുടെ ഫാമിലിയുടെ ആയാലും സ്കൂളിലത്തെ ആയാലും നിങ്ങൾ സ്വന്തം രീതിയായാലും ശീലിക്കുക എന്നതും അശാസ്ത്രീയമായ രീതിയിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ അത് സ്കൂളിലോ മറ്റ് അതോറിറ്റിയിലോ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ശ്രീ KM ബേബി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മുദ്രാവാക്യം എന്താണ്? അവർ ലാൻഡ്, അവർ ഫ്യൂച്ചർ, വി ആർ ജനറേഷൻ റെസ്റ്റോറേഷൻ. നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ സ്ഥലമറിയാം. അപ്പൊ ഗ്രഹത്തിന്റെ എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ ഇത്തവണത്തെ മുദ്രാവാക്യത്തിൽ വരുന്ന മാറ്റം ഭൂമിയുടെ ഉപരിതലത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണെന്നാണ്? ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ആണ് എന്നാണ്.
കുട്ടികളെ ഉൾപ്പെടുത്തി ക്യൂസ്, ചുവർ പത്രികാ നിർമ്മാണം, ചിത്രരചന, കവിതാ രചന എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. UP, HS വിഭാഗങ്ങളിലെ എല്ലാ കുട്ടികളും പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. വായനയെ പരിപോഷിപ്പിക്കുന്നതിനും അഭിരുചിക്കനുസരിച്ച് ഓരോ കുട്ടിക്കും പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടി കുട്ടികൾക്ക് ലൈബ്രറി കാർഡ് വിതരണം ചെയ്തു. ക്ലാസ്സിലേക്ക് പുസ്തകങ്ങൾ നൽകിയിരുന്നപ്പോൾ പല കുട്ടികൾക്കും ലൈബ്രറി കാണാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. എല്ലാ കുട്ടികളെയും ലൈബ്രറിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ലൈബ്രറി കാർഡ് നൽകിയത്. കഴിഞ്ഞ വർഷത്തെ മികച്ച വായനക്കാരായ മിടുക്കികൾക്ക് PTA പ്രസിഡന്റ് ശ്രീനിവാസ് പടുവിങ്കൽ ലൈബ്രറി കാർഡ് നൽകി തുടക്കം കുറിച്ചു. പ്രധാന അധ്യാപിക ശ്രീമതി ഷൈനി ജോസ്, സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി സീന, ലൈബ്രറി ചുമതല വഹിക്കുന്ന ശ്രീമതി S നിലീന, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി നിമ്മി മേപ്പുറത്ത്, അധ്യാപകരായ ലിജി സോജൻ, വിമല തോമസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.